ചിച്ചി ജിച്ചി ഡാറ, ചിച്ചി ജിച്ചി ഡാറ, ഡാറ ഇന്ന് സ്കൂൾ തുറക്കുകയല്ലേ? ഹായ് ഹൂ ഹാ. ബുജി ദേ നോക്ക്, കവുങ്ങിൽ നിന്നും അടക്ക താഴെ വീഴുന്നു. ഈ കവുങ്ങിന് നല്ല ഉയരമുണ്ടല്ലോ. ഉയരം കണ്ടെത്താൻ എന്താണ് ഒരു മാർഗം? കവുങ്ങിൽ നിന്ന് അടക്കത്തറയിൽ വീഴാനെടുക്കുന്ന സമയം കിട്ടിയാൽ ഞാൻ പറയാം. അതെങ്ങനെ? അതിന് രണ്ടാം ചലന സമവാക്യം ഉപയോഗിച്ചാൽ മതി. അതെങ്ങനെ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ബുജിയുടെ സംശയം നമുക്ക് എന്താണെന്നൊന്ന് നോക്കാം. ഇത് 1920 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ കണ്ടു, കവുങ്ങിൽ നിന്ന് അടക്ക താഴെ പതിക്കാൻ 1 സെക്കൻഡ് എടുക്കുന്നെങ്കിൽ കവുങ്ങിൻ്റെ ഏകദേശം ഉയരം എത്രയായിരിക്കും എന്ന് ചോദിച്ചു. ഇവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് 20 മീറ്റർ, 5 മീറ്റർ, 10 മീറ്റർ, 8 മീറ്റർ. ഓക്കെ, അപ്പോൾ an arecanut took 1 second to reach the ground from the arecanut tree. അതായത് ഒരു അടക്കമരത്ത് ഇത് തന്നെയാണ് കവുങ്ങെന്ന് അടക്ക വീഴുന്ന അതിൻ്റെ സമയം എന്ന് പറയുന്നത് 1 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ അരീക്കന ട്രീൻ്റെ കവുങ്ങിൻ്റെ ഹൈറ്റ്, ഉയരം എങ്ങനെ കണ്ടെത്താന്ന് അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ടാം ചലന സമവാക്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് തന്നതെന്ന് ആദ്യം നോക്കണം ഞാൻ പറഞ്ഞു. അപ്പോൾ ആദ്യ പ്രവേഗം നമുക്കറിയാം. സമവാക്യം അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ S = ut + ½ at² ആണ്. അപ്പോൾ അതിന് u അറിയണം, t അറിയണം, s അറിയണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കുക. ആദ്യ പ്രവേഗം, അതായത് അടക്ക മുകളിലായിരിക്കുമ്പം, കവുങ്ങിൻ്റെ മുകളിലായിരിക്കുമ്പം അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ആദ്യ പ്രവേഗം എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? കാരണം അത് റെസ്റ്റിലാണ്, അനങ്ങുന്നില്ല, നിശ്ചലാവസ്ഥയിലാണ്. അതുകൊണ്ട് അത് 0 എന്ന് എടുക്കാം. ഇനി ടൈം ഇവിടെ തന്നിട്ടുണ്ട് 1 സെക്കൻഡ്, 1 സെക്കൻഡ് എന്നുള്ളത് തന്നിട്ടുണ്ട്. അടുത്തത് നമുക്കറിയാവുന്നത്, ഏതൊരു വസ്തുവും ഒബ്ജക്റ്റും മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുകയാണെങ്കിൽ അതിനുണ്ടാവുന്ന ത്വരണം, ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഭൂഗുരുത്വ ത്വരണത്തിന് സമമാണ്. അതായത് 9.8 മീറ്റർ/സെക്കൻഡ് ആണ്. അത് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് ഇവിടെ 10 മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ ഇതിലിങ്ങനെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നിങ്ങൾക്ക് ആക്സിലറേഷൻ എന്താണെന്ന് കിട്ടൂല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, താഴേക്ക് പതിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രവേഗം കൂടിക്കൂടി വരും. എത്രയായിട്ടാണ് കൂടി വരും? 9.8 മീറ്റർ/സെക്കൻഡ് ആയിട്ടാണ് ഇങ്ങനെ കൂടിക്കൂടി വരിക. അപ്പോൾ അതാണ് നമ്മൾ A എന്നുള്ളത് റൗണ്ട് ചെയ്തിട്ട് 10 മീറ്റർ/സെക്കൻഡ് ത്വരണം. ഇനി ഏതായിരിക്കും നമുക്ക് ഇവിടെ കാണേണ്ടത്? പൊക്കായി. രണ്ടാമത്തെ ചലന സമവാക്യം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് u അറിയാം, t അറിയാം, a അറിയാം. എങ്കിൽ അതിൻ്റെ സ്ഥാനാന്തരം S നമുക്ക് കണ്ടെത്താനാണ്. ഇവിടെ ഉയരം എന്ന് പറയുന്നത് അതിൻ്റെ സ്ഥാനാന്തരം, ഈ അടക്ക വീഴുന്നതിൻ്റെ സ്ഥാനാന്തരം കണ്ടെത്തിയാൽ അതിൻ്റെ ഉയരം കിട്ടും ഏകദേശം. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ്, സ്ഥാനാന്തരം കണ്ടെത്താൻ S = ut + ½ at² ആണ്. ഇനി നമ്മൾ ഈ സമവാക്യത്തിൽ നമ്മൾ കൊടുക്കുകയാണ്, യുക്ക് പകരം 0 കൊടുത്തു, ഇൻറ്റു t എന്ന് പറയുന്നത് 1 സെക്കൻഡാണ്, പ്ലസ് ½ ഇൻറ്റു a എന്ന് പറയുന്നത് 10 ഇൻറ്റു t എന്ന് പറയുന്നത് 1 സെക്കൻഡ്, 1² = 0 പ്ലസ് 0 ഇൻറ്റു 1 0 പ്ലസ് ഇവിടെ വരുന്നത് 1² എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1 ആണ് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്യാം, അതായത് മുകളിലും താഴെയും. എങ്ങനെ എഴുതാം? 0 പ്ലസ് 10/2 അല്ലേ? 10/2 എന്ന് പറഞ്ഞാൽ 10ൽ എത്ര 2 ഉണ്ട്? 5. അപ്പോൾ 5 മീറ്ററാണ് ഏകദേശം ഈ കവുങ്ങിൻ്റെ ഉയരം. അതിനിപ്പോൾ നമ്മളിവിടെ ചെയ്തത് അടക്കക്ക് സംഭവിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണോ അതായിരിക്കും ഇവിടെ ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. അതായത് കവുങ്ങിൻ്റെ ഉയരം 5 മീറ്റർ. ഇപ്പോൾ മനസ്സിലായില്ലേ കവുങ്ങിൻ്റെ ഉയരം കണ്ടെത്താൻ അടക്കക്ക് ഉണ്ടായ സ്ഥാനാന്തരം കണ്ടെത്തിയാൽ മതിയെന്ന്? അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇത് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷനാണ്. അത് സ്ഥാനസമയ ബന്ധം കാണിക്കുന്ന ഒരു സമവാക്യമാണ്, അതായത് പൊസിഷൻ ടൈം റിലേഷനാണ്. അപ്പോൾ നിങ്ങൾ S = ½ ut + ½ at² എന്നുള്ള സമവാക്യം നിങ്ങൾ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞതാണ്. പക്ഷേ അത് ഗ്രാഫിൽ നിന്നും എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ സെയിം ഗ്രാഫ്, നമ്മൾ ഒന്നാം ചലന സമവാക്യം എടുത്ത അതേ ഗ്രാഫ് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്, വെലോസിറ്റി ടൈം ഗ്രാഫ്. അതുപോലെ തന്നെ നമുക്കറിയാം PS, U,
അതായത് ക്യു ആർ എന്ന് പറയുന്നത് വി, എ ക്യു എന്ന് പറയുന്നത് വി മൈനസ് യു. സെയിം ഗ്രാഫ് തന്നെയാണ് എടുക്കുന്നത്, പക്ഷേ അതിലൊരു വ്യത്യാസമാണുള്ളത്. നമുക്കിവിടെ ചില സന്ദർഭങ്ങളിൽ സ്ഥാനാന്തരം കണ്ടെത്താൻ, ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടെത്താൻ തരികയാണെങ്കിൽ എങ്ങനെയാണ് അത് കണ്ടെത്തുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ എസ് മുതൽ 6 വരെയുള്ള ഇൻ്റർവെല്ലിൽ, ഇടവേളയിലെ സ്ഥാനാന്തരമാണ് നമുക്ക് കണ്ടെത്തണമെങ്കിൽ എസ്സിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഒരു നോർമൽ ലംബകം എന്നൊക്കെ പറയും, അത് ലംബം ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. അതുപോലെ 6ൽ നിന്നൊരു ലംബം ക്യൂവിലേക്കും വരച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഷേപ്പ് ഇപ്പോൾ എങ്ങനെയാണ് കിട്ടിയത്? ഒരു ചതുർഭുജം അല്ലേ, ഒരു ക്വാഡ്രിലാറ്ററലാണ് ഈ PQRS എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഗ്രാഫ് തന്നിട്ട് സ്ഥാനാന്തരം കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ, ഈ PQRSൻ്റെ ചതുർഭുജം PQRSൻ്റെ ഏരിയ കണ്ടാൽ മതി, പരപ്പളവ് കണ്ടാൽ മതി. അത് ഏതിന് തുല്യമായിരിക്കും? ഈ എസ് മുതൽ 6 വരെയുള്ള ഉണ്ടായ ഇൻ്റർവെല്ലിലുള്ള സ്ഥാനാന്തരത്തിന്, ഡിസ്പ്ലേസ്മെൻറ്റിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ നോക്കേണ്ടത്, ഇത് എഴുതൊരു ഈ PQRS എന്ന് പറഞ്ഞ ക്വാഡ്രിലാറ്ററൽ ഒരു ട്രപ്പീസിയമാണ്. ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടെത്താനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം, അതായത് ചതുർഭുജം PQRSൻ്റെ പരപ്പളവ്. അത് നിങ്ങൾ പഠിച്ചതാണ്. എ എന്ന് പറഞ്ഞാൽ ഏരിയ, പരപ്പളവ് ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു H ഇൻറ്റു A+B. അപ്പോൾ ഇത് നമ്മൾ മാത്സിൽ ഉപയോഗിക്കുന്നതാണ്. H ഹൈറ്റ്, എ എന്ന് പറയുന്ന ഈ PS എന്ന് പറയുന്നതിൻ്റെ ഒരു സൈഡാണ്. അപ്പോൾ ഒരു ട്രപ്പീസിയത്തിന്, അതായത് ഒരു ലംബകത്തിൻ്റെ പാരലൽ സൈഡ്, സമാന്തര വശങ്ങളാണ് PSഉം QR-ഉം. അപ്പോൾ ഒരു സൈഡ് എ, മറ്റേ സൈഡ് ബി, അതാണ് ഇത്. ഇനി നമ്മളിവിടെ ഇതിന് ഇക്വേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ½ ഇൻറ്റു എച്ചിന് പകരം ഞാൻ പറഞ്ഞു S ഇൻറ്റു R എന്നുള്ളത് ടൈമാണ്, ടൈം ഇൻ്റർവലാണ്. അതാണ് നമ്മൾ എച്ചിന് ഈക്വൽ ആക്കുന്നത്. അപ്പോൾ SR ഇൻറ്റു PS എന്ന് പറയുന്നത് ഏതാണ്? യുവിന് സമമാണ്. ഇതിൽ നോക്കിയാൽ അറിയാം, അതായത് എ എന്നുള്ളത് യുക്ക് പകരം. QR എന്ന് പറയുന്നത് ഏതിന് ഈക്വലാണ്? ബി ആണ്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് പാരലൽ സൈഡാണിത്, സമാന്തര വശങ്ങൾ, അത് വിക്കും നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതിലിട്ട് കഴിഞ്ഞാൽ ½ ഇൻറ്റു SRന് പകരം T കൊടുത്തു, PSന് പകരം U കൊടുത്തു, QRന് പകരം Vയും കൊടുത്തു. ഇനി V ഈസ് ഈക്വൽ ടു U പ്ലസ് AT നമുക്കറിയാവുന്നതാണ്, ഒന്നാം ചലന സമവാക്യം, ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. അപ്പോൾ ½ ഇൻറ്റു T ഇൻറ്റു U തന്നെ പ്ലസ് വിക്ക് പകരം U പ്ലസ് AT എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി അത് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഈ ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യണം. അതായത് ½ ഇൻറ്റു T, U പ്ലസ് U എന്ന് പറഞ്ഞാൽ 2U അല്ലേ, 2U ആണ്, 2U പ്ലസ് A ഇൻറ്റു T എന്ന് കിട്ടും. ഇനി നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ½ ഇൻറ്റു T ആണ് ബ്രാക്കറ്റിൻ്റെ പുറത്ത്, അത് ഇൻറ്റു എന്താണ് 2U ആണ് ഇവിടെ വരുന്നത് അല്ലേ. അപ്പോൾ ½ ഇൻറ്റു T ഇൻറ്റു 2U പ്ലസ് ½ ഇൻറ്റു, പിന്നെ ഏതാ ബ്രാക്കറ്റിലുള്ള ½ ഇൻറ്റു T ഇൻറ്റു A ഇൻറ്റു T ആണല്ലോ. ഇനി നമ്മൾ അവിടെ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം, ഇവിടെ ഒരു 2 ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു 2 ഉണ്ട്. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും രണ്ടും കട്ട് ചെയ്ത് പോകാം. ഇനി ബാക്കിയുള്ളത് നമ്മൾ ഇവിടെ എഴുതാൻ പോവാണ്. അത് എഴുതുമ്പം നമുക്കറിയാം എങ്ങനെ എഴുതാൻ പറ്റും. ഇവിടെ ബാക്കിയുള്ളത് U ഇൻറ്റു T ആണ്, UT പ്ലസ് ½ ഇൻറ്റു A കോമൺ ആണ്, T ഇൻറ്റു T എന്താ? T സ്ക്വയർ അല്ലേ, ഏത് മൾട്ടിപ്ലൈ ചെയ്താലും അതിൻ്റെ സ്ക്വയർ വരും. അപ്പോൾ ½ ഇൻറ്റു AT സ്ക്വയർ എന്നാണ് നമുക്കവിടെ കിട്ടുക അല്ലേ. അപ്പോൾ ഇതാണ് ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ട്രപ്പീസിയത്തിൻ്റെ ഇത് കാണാനുള്ള സമവാക്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഇത് ഏതിനാണ് ഈക്വല്? ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ, ഈ ഏരിയ നമ്മൾ ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇതിൻ്റെ ഏരിയ, അതായത് പരപ്പളവ് എന്ന് പറയുന്നത് അതിൻ്റെ സ്ഥാനാന്തരത്തിന്, ഡിസ്പ്ലേസ്മെൻറ്റിന് ഈക്വൽ ആയിരിക്കും. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ, അതായത് രണ്ടാം ചലന സമവാക്യം എന്ന് പറയും. ഇനി ഇത് ഉപയോഗിച്ചിട്ടുള്ള മറ്റ് പ്രോബ്ലംസ് ഇത് നമുക്ക് ഇനി ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2, ഇത് 1920 ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്: എ കാർ കെയിം ടു റെസ്റ്റ് വെൻ ബ്രേക്ക് വാസ് അപ്ലൈഡ് ഫോർ 4 seconds to get off 3 m/s². Calculate how far the car would have travelled after applying the brake.
അപ്പം ക്വസ്റ്റ്യന് ഇതാണ്, ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറ് 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, മന്ദീകരണം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആക്സിലറേഷൻ, അതായത് നെഗറ്റീവ് അതിൻ്റെ കുറയുന്നർത്ഥം, ലഭിക്കത്തക്ക രീതിയിൽ ബ്രേക്ക് ചെയ്തപ്പോൾ 4 സെക്കൻഡ് സമയം കൊണ്ട് നിശ്ചലാവസ്ഥയിലെത്തി. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യണം, നിശ്ചലാവസ്ഥയിലെത്തി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി അവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. എങ്കിൽ ബ്രേക്ക് ചെയ്തത് മുതൽ നിൽക്കുന്നത് വരെ കാർ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും? നമുക്കറിയാം ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കാർ നിൽക്കില്ല, കുറച്ച് അങ്ങോട്ട് ദൂരം പോകും. അപ്പോൾ അതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ അതൊരു ദൂരമാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ മനസ്സിലാക്കുമ്പോൾ അതെന്തായിരിക്കും? ദൂരം, സ്ഥാനാന്തരം അല്ലെങ്കിൽ ഉയരം ഇങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് മനസ്സിൽ വരേണ്ടത്, സ്ഥാനാന്തരം. അതിന് എസ് കണ്ടെത്തണം. അപ്പോൾ ഇവിടെ ആദ്യം എന്തൊക്കെ തന്നത് എന്നാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ മന്ദീകരണം തന്നു, അപ്പോൾ തന്നെ മനസ്സിലാക്കുക ആക്സിലറേഷൻ, റിട്ടാർഡേഷൻ അതിൻ്റെ നെഗറ്റീവാണ്, അതുകൊണ്ട് -3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എടുത്തു. ഇനി സമയം തന്നിട്ടുണ്ട്, t = 4 സെക്കൻഡ്. ഇനി ഇവിടെ ഞാൻ പറഞ്ഞു നിശ്ചലാവസ്ഥയിലെത്തി, അപ്പോൾ ഫൈനൽ വെലോസിറ്റി. ഇനി ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെസ്റ്റിൽ നിന്ന് തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കണം? 0 എടുക്കണം. അത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യന് കിട്ടൂല, ഇത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്തായാലും അവിടെ നിശ്ചലാവസ്ഥയിലെത്തി നിൽക്കുകയല്ലേ ചെയ്യുക, അതുകൊണ്ടാണ് ഇവിടെ ഫൈനൽ വെലോസിറ്റി v = 0 എടുത്തു. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് എസ് എന്നുള്ള സമവാക്യം ഇക്വേഷൻ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും കൂടെ ഇവിടെ അറിയണം, യു അറിയണം. അപ്പോൾ എ അറിയാം, ടി അറിയാം, വി അറിയാമെങ്കിൽ നമ്മൾക്ക് യു കണ്ടെത്താനുള്ള സമവാക്യം നമുക്കറിയാം. ഫസ്റ്റ് ഇക്വേഷനാണ്. ഈ വിനെ ഇവിടെ നിർത്തിയിട്ട് നമ്മൾ v = u + at എന്നുള്ള സമവാക്യത്തെ അറേഞ്ച് ചെയ്തിട്ട് എഴുതിയതാണിത്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു u = v - at. ഇനി ഇവിടെ ഇതിലുള്ള വാല്യൂ കൊടുക്കുക. വി എന്ന് പറയുന്നത് 0, മൈനസ് എ എന്ന് പറയുന്നത് -3 ആണ്. എപ്പോഴും നിങ്ങൾ മൈനസിനെ കൊണ്ട് ക്രിയകൾ ചെയ്യുമ്പം ഇവിടെ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. അപ്പം -3 × 4 സെക്കൻഡ് 4. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മൈനസ് ഇൻറ്റു മൈനസ് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ പ്ലസ് ആയി മാറും. അപ്പോൾ 3 × 4 ദാറ്റ് ഈസ് 12 മീറ്റർ പെർ സെക്കൻഡ്. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. പ്രവേഗത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്, കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ പ്രോബ്ലത്തിൽ ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഇതിലിപ്പോൾ നമ്മൾ യു ആദ്യം കണ്ടെത്തണം, എന്നിട്ടേ എസ്സിൽ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ദൂരം s = ut + ½ at². അപ്പോൾ ഇവിടെ കൊടുക്കുക യുക്ക് പകരം 12 നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു, ഇൻറ്റു 4, ടൈം 4, ½ ഇൻറ്റു എക്ക് പകരം -3, കാരണം സ്ലോ ഡൗൺ ചെയ്യണം, മന്ദീകരണമാണ്. -3 × 4². ഇതും മറക്കരുത്. 4² നിങ്ങൾ എന്താക്കും? ഈ താഴത്തും ഇതും 2ഉം 4ഉം എളുപ്പമാണ് കട്ട് ചെയ്ത് കളയും. പക്ഷേ അങ്ങനെയല്ല, സ്ക്വയർ ആകുമ്പോൾ 4 × 4 തന്നെ ചെയ്യണം. അപ്പോൾ ഈ സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്, സ്കിപ്പ് ചെയ്യരുത്. 12 × 4 48 പ്ലസ് ½ ഇൻറ്റു -3 × 4 × 4. ഇനി എന്താക്കാം? ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താക്കി നമ്മൾ? ഇവിടെ നമുക്ക് 2 ഇടാം. അപ്പോൾ 2 × 4 8 കിട്ടും അല്ലേ? അപ്പോൾ 48 മൈനസ് പ്ലസ് ഇൻറ്റു മൈനസ് ഇതൊക്കെ മാത്സ് ആണ്. ഇനി ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ ഓൾറെഡി നമ്മൾ 2നെയും 4നെയും കട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു 2 ഉണ്ടാവും, ഇവിടെ ഒരു 4 ഉണ്ടാവും, 8 ഉണ്ടാവും. അപ്പോൾ -3 ഇവിടെ ഓൾറെഡി ഉള്ളത്. അപ്പോൾ -3 × 8 = 48 - 24. എല്ലാവരും ഇത് ചെയ്ത് തന്നെ പഠിക്കുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല, പരീക്ഷയ്ക്ക് സ്റ്റക്കായി പോകും. അതുകൊണ്ട് ചെയ്ത് തന്നെ പ്രോബ്ലം പഠിക്കണം. അപ്പോൾ 48 - 24 എന്ന് പറയുന്നത് 24 മീറ്റർ എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം, ക്വസ്റ്റ്യൻ നമ്പർ 3. ഇവിടെ ചോദ്യം ഇതാണ്, ഒരു വസ്തുവിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട ഗ്രാഫാണ് തന്നിട്ടുള്ളത്. ഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഇസ് ഗിവൺ ബിലോ. ഇവിടെ നോക്കുക. അപ്പോൾ ഒരു ഗ്രാഫ് നമ്മളിത് കുറേ പ്രാവശ്യം ഡിസ്കസ് ചെയ്താണ്. പ്രവേഗ സമയ ഗ്രാഫാണ്. പ്രവേഗ സമയ ഗ്രാഫിന് ഇങ്ങനെയൊന്നും തന്നിട്ടില്ലെങ്കിൽ നമുക്കറിയാം, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് സമത്വരണത്തിൻ്റെ ഒക്കെ ഡിസ്കസ് ചെയ്തു. ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? വസ്തുവിൻ്റെ പ്രവേഗത്തിൻ്റെ എന്ത് പ്രത്യേകതയാണ് ഗ്രാഫിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും? നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇവിടെ നോക്കുക, 2 എന്നുള്ള സമയത്തുള്ള പ്രവേഗം എത്രയാണ്?
ബി നോക്കുക 10 ആണ് അല്ലേ. 4 എന്നുള്ളതാണെങ്കിൽ ഇവിടെ ഇങ്ങനെ നേരെ ഒരു ലംബം വരച്ച് കഴിഞ്ഞാൽ നോർമൽ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടും 10 തന്നെയാണ്. 6 എടുത്തു കഴിഞ്ഞാലും എന്ത് കിട്ടും 10 ആണ്. 8 എന്നുള്ള അതായത് ഈ പോയിന്റിൽ എടുത്തു കഴിഞ്ഞാലും എന്താണ് 10 ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കിയാൽ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമുക്ക് കിട്ടുക, ഒരു നേർരേഖ, അതായത് എക്സ് അക്ഷത്തിന് ഒരു സമാന്തര രേഖയാണ് കിട്ടുന്നത്. അതിനർത്ഥം ഇവിടെ പ്രവേഗം തുല്യമാണ്. വസ്തു അപ്പം എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? സമപ്രവേഗത്തിൽ, അതായത് യൂണിഫോം വെലോസിറ്റി എന്ന് പറയും. സമപ്രവേഗം നമ്മൾ നേരത്തെ പറഞ്ഞ സമത്വരണമായിരുന്നു. ഇത് സമപ്രവേഗം എന്ന് പറഞ്ഞാൽ തുല്യ സമയത്തിനുള്ളിൽ തുല്യ പ്രവേഗമാണ് ഉണ്ടാവുന്നതെങ്കിൽ ആ വസ്തു എന്തായിരിക്കും? സമപ്രവേഗത്തിലായിരിക്കും. അതായത് തുല്യ സമയത്തിനുള്ളിൽ ആ വസ്തുവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഇവിടെ ഉണ്ടാവുന്ന പ്രവേഗത്തിൻ്റെ മാറ്റം ഉണ്ടാവുന്നില്ല, സെയിം ആണ്. അതുകൊണ്ടാണ് സമപ്രവേഗം യൂണിഫോം വെലോസിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്താണ് നേച്ചർ ഓഫ് ദി വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ എടുത്ത് ഓരോ പോയിൻറ്റും നോക്കുക, അതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ അത് യൂണിഫോം വെലോസിറ്റിയാണ്. ക്ലിയർ? അതിലുള്ള രണ്ടാമത്തെ ഭാഗമാണ് സെയിം ഗ്രാഫ്. അതിൽ ബി ക്വസ്റ്റ്യൻ, ഫ്രം ദി ഗ്രാഫ് ദ ഏരിയ ഓഫ് റെക്ടാങ്കിൾ ABCD ഡിനോട്ട്സ്. ഇവിടെ നമുക്ക് കിട്ടി ABCD എന്നുള്ളത്. ഈ ABCD എന്നുള്ളത് എന്തിന് ഈക്വലാണെന്നാണ് ചോദിച്ചത്? സ്പീഡ്, വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ്, ആക്സിലറേഷൻ. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിവിടെ പരപ്പളവാണ്, നമ്മൾ കണ്ടു. അതായത് ABCD എന്നുള്ള ഇത് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭാഗമാണ് ഇവിടെ കാണിച്ചത്. ABCD എന്നുള്ളതൊരു ചതുർഭുജമാണ്, റെക്റ്റാങ്കിളാണ്. ABCD ഒരു ചതുരാണ്. ചതുരം ABCയുടെ പരപ്പളവ്, അതായത് ഏരിയ എന്തിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്? ഏതൊക്കെയാണ് ഓപ്ഷനിലുള്ള? വേഗം, പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണം. നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം ഏതിൻ്റെ ഷെയ്ഡും നമ്മൾ മുന്നേ പറഞ്ഞു ചെയ്യുന്നത് അതിൻ്റെ സ്ഥാനാന്തരത്തിന്, പരപ്പളവ് സ്ഥാനാന്തരത്തിന് തുല്യമായിരിക്കും. അത് ഈ ഗ്രാഫിൽ നിന്ന് എങ്ങനെ കണ്ടെത്താം? നമുക്കറിയാം സ്ഥാനാന്തരം കണ്ടെത്താനുള്ള സമവാക്യം എന്താ? പ്രവേഗം ഇൻറ്റു സമയം. സ്ഥാനാന്തരം കണ്ടെത്താൻ വെലോസിറ്റി ഇൻറ്റു ടൈം. നമ്മളതൊക്കെ 8ൽ പഠിച്ചതാണ്. വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അതിനെ ഡിനോമിനേറ്ററിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതെന്താവും? മൾട്ടിപ്ലിക്കേഷനായിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒന്നും മറക്കരുത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ വെലോസിറ്റി ഇൻറ്റു ടൈം, അതായത് പ്രവേഗം ഇൻറ്റു സമയം. ഇനി ഇവിടെ നോക്കുക, ഇത് ചതുരം ABCD റെക്റ്റാങ്കിളിൻ്റെ നമുക്ക് ഏരിയ കാണാൻ അറിയാം. പരപ്പളവ് കാണാൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ നമ്മൾ എടുക്കുന്നത്? ഇതിൻ്റെ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് AB ഇൻറ്റു AD. അതേപോലെ തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. പക്ഷേ നമ്മളിവിടെ AB എന്ന് പറയുന്നത് ഇവിടെ നേരെ ഏതാണ്? പ്രവേഗമല്ലേ. അപ്പോൾ എന്താക്കണം? ഇവിടെ പ്രവേഗം എത്രയാണ്? ഇതിൻ്റെ വെലോസിറ്റി എത്രയാണ്? 10 ആണ്. ഓക്കെ. ഇവിടെ താഴെ എന്താവും? 2 മുതൽ 8 വരെയാണ് അതിൻ്റെ സമയം എടുക്കുന്നത്, ടൈം ഇൻ്റർവൽ. അപ്പോൾ ഇവിടെ വ്യത്യാസം എത്ര ടൈമിലുള്ള? 8 - 2 എത്രയാണ്? 6 ആണ് വരിക അല്ലേ. അപ്പോൾ ഇവിടെ ചോദ്യം എത്രയേ ഉള്ളൂ, ഇതിൽ പരപ്പളവ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് സ്ഥാനാന്തരത്തെയാണ്. പക്ഷേ ഞാൻ ഇതിൽ അഡീഷണൽ ആയിട്ട് ഒന്നും കൂടി പറഞ്ഞത്, ഇങ്ങനെ തന്നിട്ട് നിങ്ങളോട് സ്ഥാനാന്തരം കണക്കാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ്. എന്താക്കിയാൽ മതി? AB ഇൻറ്റു AD എന്ന് ചെയ്താൽ മതി. AB ഇവിടെ 10 ആണ്. അപ്പോൾ ഞാൻ 10 കൊടുത്തു. ഇൻറ്റു AD കണ്ടെത്താൻ നമുക്കറിയാം ഇവിടുന്ന് തൊട്ട് ഇവിടെ വരെയാണ്, അല്ലാതെ 0 തൊട്ടല്ല. 2 സെക്കൻഡ് മുതൽ 8 സെക്കൻഡ് വരെയാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് 8 - 2 എന്ന് പറയുമ്പോൾ 6 കിട്ടും. അപ്പോൾ 10 × 6 = 60 മീറ്റർ. ഇതാണ് ഇവിടെ ഉണ്ടാവുന്ന ആ വസ്തുവിൻ്റെ സ്ഥാനാന്തരം. അപ്പോൾ ഗ്രാഫിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ ഏതാണ് അവിടെയുള്ള ഷേപ്പ്, അതായത് ചതുരാവട്ടെ ത്രികോണാവട്ടെ, അത് ഏതാണെങ്കിലും ട്രയാങ്കിൾ ആയാലും അതിൻ്റെ സ്ഥാനാന്തരത്തിന് ഈക്വലായിരിക്കും എന്ത്? അതിൻ്റെ ഏരിയ. ഓക്കെ. ക്വസ്റ്റ്യന് നമ്മൾ കഴിഞ്ഞ കൊല്ലം, അതായത് 90s വന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: എ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ മൂവിങ് കാർ ഈസ് ഗിവൺ ബിലോ. ഈ ഗ്രാഫ് കാണിക്കുന്നത് ഒരു കാറിൻ്റെ ചലനമായിട്ടുള്ള ഒരു വെലോസിറ്റി, അതായത് പ്രവേഗ സമയ ഗ്രാഫാണ്. അതിലൊന്നാമത് എളുപ്പമാണിത്, നിങ്ങൾക്ക് നോക്കി അറിയാം. എക്സ് അക്ഷമുണ്ട്, വൈ ആക്സിസ് ഉണ്ട്, അതുപോലെ ABCD എന്ന് പറയുന്ന ഒരു ഇതാണുള്ളത്. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ഇൻ ദ ഗ്രാഫ്
വിച്ച് പോർഷൻ ഡിനോട്ട് ദ യൂണിഫോം വെലോസിറ്റി. അതായത് ഈ ഗ്രാഫിൽ യൂണിഫോം വെലോസിറ്റി അതായത് സമപ്രവേഗത്തെ സൂചിപ്പിക്കുന്ന ഭാഗം ഏത്? ഓപ്ഷൻ ഉണ്ട് എ ബി, അതായത് എ ടു ബി, മറ്റൊന്ന് ബി ടു സി, അതുപോലെ സി ടു ഡി. ഓക്കെ, ഇതിൽ ചോദിച്ചത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി, അതായത് യൂണിഫോം വെലോസിറ്റിയിൽ വെലോസിറ്റി മാറാത്തത് ഏതാണ്? ഇതിൻ്റെ മുന്നത്തെ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടതാണ്, നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ബി ഏതായിരിക്കും? എ ടു ബി ആണോ? എ ടു ബി നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് ഇങ്ങനെ യൂണിഫോം ആക്സിലറേഷൻ ആണ് അല്ലേ, സമത്വരണത്തിലാണ് ഇങ്ങനെ പോകുന്നത്. അതായത് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എടുത്തു കഴിഞ്ഞാലും സമയത്തിനനുസരിച്ചിട്ട് വെലോസിറ്റി ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. ഇവിടെ എടുത്തു കഴിഞ്ഞാലോ 2ൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്ര വെലോസിറ്റി? പ്രവേഗം 3 ആണ്. 3ൽ എടുത്തു കഴിഞ്ഞാലോ 3 തന്നെയാണ്. 4ൽ എടുത്തു കഴിഞ്ഞാലോ 3 തന്നെയാണ്. അപ്പോൾ ഏതായിരിക്കും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ? എന്തായിരിക്കും? നമുക്ക് കണ്ണുപടിച്ച് പറയാൻ പറ്റും. ഏതാണ്? ബി സി എന്ന് പറയുന്നതാണ് അവിടെയുള്ള അതിൻ്റെ യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത്, അതായത് സമപ്രവേഗം എന്ന് പറയുന്നത് അതാണെന്ന്. ഇനി അടുത്തത്, വാട്ട് വിൽ ബി ദ ആക്സിലറേഷൻ ഓഫ് ദി കാർ ഡ്യൂറിങ് ഇറ്റ്സ് മോഷൻ ഫ്രം എ ടു ബി ആണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞ പോലെ എ ടു ബി, അവിടെയുള്ള കാറിൻ്റെ ത്വരണം ആക്സിലറേഷൻ കാണാനാണ് പറഞ്ഞത്. എ ടു ബി വരെയുള്ളതിൻ്റെ ആക്സിലറേഷൻ. അപ്പോൾ നമുക്കറിയാം ആക്സിലറേഷൻ കാണാനുള്ള സമവാക്യം നിങ്ങൾക്ക് ഫസ്റ്റേ പഠിച്ചേണ്ട വെലോസിറ്റി ബൈ ടൈം, അതായത് പ്രവേഗം ബൈ സമയം അല്ലേ. ഈ വെലോസിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. അപ്പോൾ ഇവിടെ 2 രീതിയിൽ നിങ്ങൾക്കിത് ചെയ്താലും ആൻസർ കിട്ടും. ഒന്ന്, ഈ വെലോസിറ്റി 3 ആണ്, ഇവിടെ 2 ആണ്, 3/2 1.5 കിട്ടും, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടെ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എ സമം വി മൈനസ് യു ബൈ ടി ആണെങ്കിൽ ഇവിടെ വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി. നോക്കിതിൻ്റെ നേരെ നോക്കിയാൽ മതി. ഫൈനൽ വെലോസിറ്റി എത്ര? 3. ഇനീഷ്യൽ വെലോസിറ്റി ഇത് ഇവിടെ നിങ്ങൾ തുടങ്ങുകയാണ്, അപ്പോൾ 0ൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ എന്തായിരിക്കും? ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുത്താൽ 3 മൈനസ് 0 സമയം ഇവിടെ സമയം 2 ആണ്. അപ്പോൾ ബൈ 2, 3/2 is equal to 1.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫിൽ നിന്നും നമ്മൾക്ക് കണ്ടെത്താൻ സംഗതി എളുപ്പമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ ഇനീഷ്യൽ വെലോസിറ്റി നോക്കുക, ഫൈനൽ വെലോസിറ്റി നോക്കുക, അതുപോലെ ഏത് ഗ്രാഫാന്ന് നോക്കുക, അതിൻ്റെ ആക്സിലറേഷൻ കണ്ടെത്തുക. സമത്വരണത്തോടെ സഞ്ചരിക്കുന്ന കാറിൻ്റെ പ്രവേഗം വെലോസിറ്റി 4 സെക്കൻഡ് കൊണ്ട് 10 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 50 മീറ്റർ പെർ സെക്കൻഡിൽ എത്തുന്നുവെങ്കിൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാറിൻ്റെ ആക്സിലറേഷൻ എത്രയായിരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. സെക്കൻഡ് വൺ, ഈ സമയം കൊണ്ട് കാറിനുണ്ടായ സ്ഥാനാന്തരം അതായത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് തന്നത് നമുക്ക്. ഇവിടെ ടൈം തന്നിട്ടുണ്ട്, ഇനീഷ്യൽ വെലോസിറ്റി ആദ്യ പ്രവേഗം തന്നിട്ടുണ്ട്, ഫൈനൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. അത് തന്നു കഴിഞ്ഞാൽ പിന്നെ ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, പണ്ടേ പഠിക്കുന്നതാണ്, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അല്ലേ. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ നോക്കുക, ഇഫ് ദ വെലോസിറ്റി ഓഫ് എ കാർ മൂവിങ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. ആ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് യൂണിഫോം ആക്സിലറേഷനിലുള്ള ഒബ്ജക്റ്റുകളാണ്. ചേഞ്ചസ് ഫ്രം 10 മീറ്റർ പെർ സെക്കൻഡ് ടു 50 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 4 seconds. വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദി കാർ? സെക്കൻഡ് വൺ, വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂറിങ് ദിസ് ടൈം ഇൻ്റർവൽ, അതായത് ടൈം ഇൻ്റർവൽ 4 seconds. തന്നത് എന്തൊക്കെ നോക്കൂ. യു ഇനീഷ്യൽ വെലോസിറ്റി ആദ്യ പ്രവേഗം 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടെ തന്നിട്ടുണ്ട്. ഫൈനൽ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു 50 മീറ്റർ പെർ സെക്കൻഡ്. ടൈം ടേക്കൺ ടൈം ഇൻ്റർവൽ എത്രയാണ്? 4 seconds ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണേണ്ട ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ വി മൈനസ് യു ബൈ ടി. ഡോണ്ട് ഫോർഗെറ്റ് ദിസ്. വി എന്ന് പറയുന്നത് 50 മൈനസ് യു ഇനീഷ്യൽ വെലോസിറ്റി 10, ടി ടൈം ടേക്കൺ ഇസ് 4. ഓക്കെ, ഇനി എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ, അതായത് സ്ഥാനാന്തരം കണ്ടെത്താനുള്ള എളുപ്പമാർഗ്ഗം എന്താണ്? എസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ആൻസർ 40/4 ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ആക്സിലറേഷൻ. ഇനി ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ബി ക്വസ്റ്റ്യൻ, അതായത് സ്ഥാനാന്തരം. സ്ഥാനാന്തരം പറഞ്ഞാൽ നിങ്ങൾ എസ് മറക്കരുത്. സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ ടി സ്ക്വയർ. ഇനി ഇതിലിട്ടാൽ മതിയല്ലോ. യു എന്ന് പറയുന്നത് 10 ഇൻറ്റു ടി എന്ന് പറയുന്നത് 4 പ്ലസ് ഹാഫ് ഇൻറ്റു എ നമുക്ക് ഇവിടെ കിട്ടി 10 ആണുള്ളത്. 10 ഇൻറ്റു 4 സ്ക്വയർ.
ഇവിടെ ആക്സലറേഷൻ നെഗറ്റീവ് എടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്, നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കണ്ടെത്താനാണ് പറഞ്ഞത്. അതായത് ആക്സലറേഷൻ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ 40 10 × 4 40 പ്ലസ് ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 × 4 എത്രയാണ് 16. അപ്പോൾ 16 ഇൻറ്റു 10 160. അപ്പോൾ 40 പ്ലസ് 160/2. അപ്പോൾ 160/2ന് നമ്മൾ 2ന് 60ൽ എത്ര ടൈം ഉണ്ട്, 8 ടൈംസ് ആണ്. അപ്പോൾ 0 തന്നെ കയറ്റിയിടുക. അപ്പോൾ 80. അപ്പോൾ 40 പ്ലസ് 80 = 120 മീറ്റർ ആണ് ആൻസർ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ക്വസ്റ്റ്യൻ ആദ്യം ശരിക്കും വായിക്കുക, എന്തൊക്കെ എത്തുന്നതെന്ന് എഴുതുക, എന്നിട്ട് അത് തരുന്ന ഇക്വേഷൻ ഏതാന്ന് നോക്കുക, എന്നിട്ട് അതിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ഇത് 2018 ചോദിച്ച ഒരു ഗ്രാഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ ഈസ് എ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഈസ് ഷോൺ. ഓക്കെ. അതായത് ഒരു വസ്തുവിന് സമയപ്രവേഗ ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ പ്രവേഗം വെലോസിറ്റി ഉണ്ട്, അവിടെ ടൈം ഉണ്ട്, അതുപോലെ ഇവിടെ തുടങ്ങുന്നത് 0 എന്നാണ് ഒബ്ജക്റ്റ് തുടങ്ങുന്നത്. അതുപോലെ എക്സ് ആക്സിസ് നമുക്കറിയാം, ഇവിടെ വൈ ആക്സിസ്. ഇവിടെ കണ്ടെത്തേണ്ടതാണ് വാട്ട് ഈസ് ദ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദി ബോഡി. വളരെ എളുപ്പമാണ് ഇനീഷ്യൽ വെലോസിറ്റി കാണാൻ, അതായത് വസ്തുവിൻ്റെ ആദ്യ പ്രവേഗം കണ്ടെത്തണം. ആദ്യ പ്രവേഗം കണ്ടെത്താൻ തുടക്കം, ഇതാണ് പ്രവേഗത്തിൻ്റെ വൈ ആക്സിസിലാണ് നമ്മളിടുന്നത്. അപ്പോൾ അവിടെ പ്രവേഗത്തിൻ്റെ ഇവിടെ നോക്കുകയാണെങ്കിൽ വൈ അക്ഷത്തിൽ ഇനീഷ്യൽ വെലോസിറ്റി തുടങ്ങുന്നത് എവിടുന്ന് 0 എന്ന്. സോ ആൻസർ ഈസ് 0. ഇത് വളരെ എളുപ്പത്തിൽ ഇവിടെ അലോങ് എക്സ് ആക്സിസ് ഞാൻ എടുക്കുന്നത് 2 4 6 8 എന്നുള്ള സ്കെയിലാണ്. അതായത് ഇതൊരു കള്ളി എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. 1 സെൻറ്റിമീറ്റർ = 2 സെക്കൻഡ് ആണ്. അലോങ് വൈ ആക്സിസ് ആണെങ്കിൽ 1 സെൻറ്റിമീറ്റർ = 10 മീറ്റർ പെർ സെക്കൻഡ്. അതായത് അത് നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്, 0 ഈ പോയിന്റിൽ. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ഇറ്റ്സ് വെലോസിറ്റി ആഫ്റ്റർ 6 സെക്കൻഡ് എന്നാണ് ചോദിച്ചത്. 6 സെക്കൻഡ് എന്ന് നോക്കുമ്പോൾ അതായത് അതിൻ്റെ പ്രവേഗം, അതായത് 6 സെക്കൻഡ് കഴിയുമ്പം വസ്തുവിൻ്റെ പ്രവേഗം എത്ര എന്നാണ് ചോദിച്ചത്. അപ്പോൾ 6ൻ്റെ നേരെ മുകളിലേക്ക് നോക്കുക, അതിൻ്റെ നേരെയുള്ള പ്രവേഗം നോക്കുക, വെലോസിറ്റി നോക്കുക. ദാറ്റ് ഈസ് 30 മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ? ഇത് എളുപ്പമാണ് ഗ്രാഫിൽ നിന്ന് കണ്ടെത്താനുള്ളത്. ഇനി ഗ്രാഫിൽ നിന്ന് എങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടെത്താമെന്നുള്ളതാണ് നമ്മൾ അടുത്തത്. നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ, അതായത് രണ്ടാം ചലനസമവാക്യം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമാണിത്, ഇതിൻ്റെ പരപ്പളവ് കാണുക എന്നുള്ളത്. അത് നോക്കാം അടുത്തത്. നെക്സ്റ്റ് വൺ ഈസ് ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ഔട്ട് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി ബോഡി ആഫ്റ്റർ 10 സെക്കൻഡ്. 10 സെക്കൻഡ് കൊണ്ട് വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം. സി ക്വസ്റ്റ്യൻ ആണ്. അതിൽ തന്നെയുള്ള 3 ക്വസ്റ്റ്യൻ ആണുള്ളത്. 4 മാർക്കാണ്. ഇതിന് എളുപ്പമാണ്. നിങ്ങൾക്ക് ആ ഒരു ഗ്രാഫിൻ്റെ സംഗതികൾ ജസ്റ്റ് ഒന്ന് മനസ്സിലായാൽ മതി. അപ്പോൾ ഇവിടെ 10 സെക്കൻഡ് കൊണ്ടുള്ള ആയിരിക്കുമ്പോഴുള്ള വസ്തുവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടെത്താനാണ്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് 2 രീതിയിൽ കണ്ടെത്താം. ഓക്കെ. ഫസ്റ്റ് നമുക്കൊക്കെ അറിയുന്നത്, അതായത് 0 മുതൽ 10 സെക്കൻഡിനുള്ളിലുള്ള, ഫ്രം 0 to 10 ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ട്രയാങ്കിളാണ് ഇവിടെ കിട്ടുക, ഒരു ത്രികോണം കിട്ടും. അപ്പോൾ ത്രികോണത്തിൻ്റെ ഒന്നെങ്കിൽ നമുക്ക് ത്രികോണത്തിൻ്റെ ഇവിടെ ഷെയ്ഡ് ചെയ്ത ഭാഗം നോക്കുക, ത്രികോണത്തിൻ്റെ ഏരിയ കണ്ടാൽ അത് ഏതിന് ഈക്വലായിരിക്കും, ഡിസ്പ്ലേസ്മെൻറ്റിന്, സ്ഥാനാന്തരത്തിന് ഈക്വലാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിക്കാം. അത് ഏതുപയോഗിച്ച് കഴിഞ്ഞാലും ആൻസർ എന്തായിരിക്കണം, ഈക്വലായിരിക്കും കിട്ടുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഈസി അത് ചെയ്യാം. അപ്പോൾ സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടെത്താൻ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ S = ut + ½ t². ഇത് മറക്കരുത്. ഇപ്പോൾ ഒരുപാട് തവണ നമ്മളിവിടെ പറഞ്ഞു. ഇനി നിങ്ങൾ പരീക്ഷയ്ക്ക് സ്ഥാനാന്തരം എന്ന് കണ്ടാൽ തന്നെ ut + ½ t² ഓർത്തുകൊള്ളുക. ഏതൊക്കെ അറിയണം അതിന്? u അറിയണം, t അറിയണം, അതുപോലെ a അറിയണം. എങ്കിൽ നമുക്ക് എന്ത് കണ്ടെത്താം, സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടെത്താം. അപ്പോൾ അതിന് ഇതെങ്ങനെ നോക്കുക? അതിന് മുന്നേ ഇവിടെ നമുക്ക് എന്തൊക്കെയുള്ളത് അറിയാം. ഇനീഷ്യൽ വെലോസിറ്റി u അറിയാം, എത്രയാണ്, 0 ആണെന്ന് പറഞ്ഞു. അതുപോലെ ഫൈനൽ വെലോസിറ്റി എത്രയാണ്, ഇവിടെ 50 ആണ് അല്ലേ. അപ്പോൾ എ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടെത്താം? എ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? ഇവിടെ ഒന്നുകിൽ നിങ്ങൾക്ക് ആക്സിലറേഷൻ കണ്ടെത്താൻ പ്രവേഗം, അതായത് വെലോസിറ്റി ഇവിടെ 50 ആണ്, 50/10 എടുക്കുക, അതാണ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അല്ലെങ്കിൽ v - u/t ഉപയോഗിച്ചാലും മതി. ഓക്കെ.
അപ്പോൾ വി എന്ന് പറയുന്നത് ഇവിടെ ഫൈനൽ വെലോസിറ്റിയാണ് 50 മൈനസ് 0 ബൈ എന്താണ് ടൈം 10 എത്ര കിട്ടും 5 മീറ്റർ പെർ സെക്കൻഡ്. എങ്ങനെയായാലും ആൻസർ കറക്റ്റാണ്. ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം. ഇനി ഇവിടെ നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. യു ഇനീഷ്യൽ വെലോസിറ്റി 0 ഇൻറ്റു ടി എന്ന് പറയുന്നത് ടൈം ഏതിൻ്റെ കണ്ടത് നമുക്ക് 10 സെക്കൻഡ് ഉള്ളതാണ് പ്ലസ് ഹാഫ് ഇൻറ്റു എ നമ്മളിവിടെ കണ്ടെത്തി കഴിഞ്ഞു 5 ആണ്. ഇതൊരു യൂണിഫോം ആക്സിലറേഷൻ ആണ് കേട്ടോ. പക്ഷേ അതിൻ്റെ ചേഞ്ച് എന്ന് പറയുന്ന വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത് 5 ഏത് സ്ഥാനങ്ങൾ എടുത്താലും ഇപ്പോൾ ഇവിടെ 40 എടുത്തു 40/8 ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ കിട്ടുക ആൻസർ 5 ആണ്. 50/10 എടുത്താലും ആൻസർ എന്താണ് 5 ആണ്. 20/6 എടുത്തു കഴിഞ്ഞാൽ 20/4 എടുത്തു കഴിഞ്ഞാലും ആൻസർ എന്താണ് 5 ആണ്. അതാണ് യൂണിഫോം ആക്സിലറേഷൻ, അതായത് സമത്വരണം എന്ന് പറയും. അപ്പോൾ ഇവിടെ ഈ ഗ്രാഫ് കണ്ടാൽ ഇങ്ങനെ ഇവിടെ എന്താണ് വെലോസിറ്റി ഇങ്ങനെ നമുക്കറിയാം വെലോസിറ്റി ഇങ്ങനെ കൂടി വരികയാണെന്ന് അർത്ഥം. അപ്പോൾ അങ്ങനെ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ യൂണിഫോം റേറ്റിൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് യൂണിഫോം ആക്സിലറേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. അപ്പോൾ ഇവിടെ u0 ഇൻറ്റു 10 പ്ലസ് ഹാഫ് ഇൻറ്റു എ എത്രയാണ് 5 ആണ് ഇൻറ്റു ടി 10 ആണ്. 10 ഇൻറ്റു 10 സ്ക്വയർ ആയതുകൊണ്ട് 10 ഇൻറ്റു 10 0 പ്ലസ് ഇത് 0 ആയി മാറും. പിന്നെ ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 10 100 ഇൻറ്റു 500 സോ ഈസ് ഈക്വൽ ടു 250 മീറ്റർ. ഓക്കെ, ഇതാണ് ഇവിടെ വസ്തുവിന് 10 സെക്കൻഡ് കൊണ്ട് ഉണ്ടായത്. ഇനി ഞാൻ പറഞ്ഞു ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്കതെങ്ങനെ കണ്ടെത്താം. അതായത് ഇതിൻ്റെ ഏരിയ കണ്ടാൽ മതി. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടെത്തിയാൽ മതി. ഏരിയ കണ്ടെത്താൻ നിങ്ങൾക്കറിയാം ഹാഫ് ഇൻറ്റു ബി എച്ച്. അതായത് ഹാഫ് ഇൻറ്റു ബി എച്ച് പറഞ്ഞാൽ ഇതിൻ്റെ ബ്രെഡ്ത്ത്, അതായത് ഇത് ടി ഇൻറ്റു പ്രവേഗം അല്ലേ. അതായത് 10 ഇൻറ്റു ഇവിടെ എത്രയാണ് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെത് 50 വരെയല്ലേ. അപ്പോൾ അത് നമ്മളിവിടെ കൊടുക്കുക. അതായത് ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടാൽ മതി. അത് സ്ഥാനാന്തരത്തിന് തുല്യമായിരിക്കും. ഹാഫ് ഇൻറ്റു 10 ആണ് ഇത്ര 10 ഇൻറ്റു എച്ച് ഇതിൻ്റെ ഹൈറ്റ് 10 ഇൻറ്റു 50 എത്രയായി 500/2 ഇസ് ഈക്വൽ ടു 250 മീറ്റർ. ഓക്കെ, ഇതാണ്. അപ്പം ഇത് 2 രീതിയിൽ ഞാൻ ചെയ്തു എന്നുള്ളൂ. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായി തോന്നുന്നത് അതുപോലെ ചെയ്താൽ മതി. ഇനി നിങ്ങൾക്കിത് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ കിട്ടണമെന്നുണ്ടെങ്കിൽ പേജ് നമ്പർ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 40ൽ റെഫർ ദ ടേബിൾ 2.7 നോക്കുക. അതിൽ 2 രീതിയിലും ചെയ്യുന്ന ഇതുണ്ട്. ക്ലിയർ?